ഞാൻ ഇപ്പോൾ ഉള്ളത് വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ്. ഇവിടെ വരുന്ന രോഗികൾക്ക് ബാത്റൂം സൗകര്യം എന്നത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സംഗതിയാണ്. അത് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലക്ക് പഞ്ചായത്തിൻ്റെ അധികാരികളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ വീഡിയോ ചെയ്തു. 2 വർഷം മുന്നേ നിർമ്മിച്ച ഒരു ബാത്റൂം നിലവിലുണ്ട്. പക്ഷെ ഇതുവരെ ഉദ്ഘാടനം ചെയ്ത് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. നിലവിലെ ബാത്റൂമിൻ്റെ അവസ്ഥ നിങ്ങൾ കാണിച്ചു തരാം. രോഗികളായ വൃദ്ധരായ ആളുകൾക്ക് ഡിസ്പെൻസറി വന്നു കഴിഞ്ഞാൽ ഒന്ന് ബാത്റൂമിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള അവസ്ഥയുള്ള ഒരു ഭാഗത്താണ് നിലവിലെ ബാത്റൂം ഉള്ളത്. എന്നാൽ തൊട്ടടുത്ത് സൗകര്യത്തോടു കൂടി നിർമ്മിച്ച ബാത്റൂം 2 വർഷം കഴിഞ്ഞിട്ട് പോലും ഇതുവരെ ഇവിടെ വരുന്ന രോഗികൾക്ക് തുറന്നു കൊടുക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രതിഷേധം എന്ന തുടക്കമാണ് ഈ വീഡിയോയിൽ. ഇനി ഇവിടെ നിലവിൽ ഈ വരുന്ന രോഗികൾക്ക് ഉപയോഗിക്കുന്ന ബാത്റൂമിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. കാലിന് സുഖമില്ലാത്ത അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത ഒരു ആൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ വഴിൻ്റെ അവസ്ഥയോട് മനസ്സിലാക്കുക. ഈ ഇടുങ്ങിയ വഴിയാണ്. ഈ ഇടുങ്ങിയ വഴിയാണ് നിലവിലുള്ള ബാത്റൂമിലുള്ളത്. ഈ ഇടുങ്ങിയ വഴി, ആ ഇടുങ്ങിയ വഴി ഉണ്ടാകുന്ന സംഭവം കാണിക്കണം. ഇതിലൂടെ ഒരു രോഗിയായ ആൾ ബാത്റൂമിൽ എങ്ങനെ പോകും എന്നതാണ്. അതുകൂടി മനസ്സിലാക്കണം. കാരണം പമ്പ്, ലൈറ്റ്, എല്ലാ സാധനങ്ങളും നിരത്തിയിട്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും അപകടകരമായി നിൽക്കുന്ന ഈ ഷീറ്റ്, കാരണം ഇതൊന്ന് കാലിൽ തട്ടിയേക്കണം. ഇത്ര പാസേജ് ഉള്ളൂ. ഇതൊന്ന് കാലിൽ തട്ടിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ശുചിത്വം ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ശുചിത്വമൊക്കെ ഉണ്ട്. നമ്മൾ അത്രയും മോശമാക്കിയിട്ട് ഇവിടുത്തെ ക്ലീനിങ്ങനെ പറയാൻ പാടില്ല. കാരണം വളരെ ശുചിത്വമൊക്കെ ഉണ്ട്. കാരണം ഒരു പ്രാഥമിക ആരോഗ്യത്തിലുള്ള ശുചിത്വമൊക്കെ ഉണ്ട്. പക്ഷേ ഈ വഴിയും ഈ സംഗതിയുമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി തുറക്കാനുള്ള ബാത്റൂം, ഉദ്ഘാടനം ചെയ്യാനുള്ള ബാത്റൂം കാണിച്ചു തരാം. ഇതാണ് നിലവിൽ 2 വർഷത്തിന് മുകളിൽ അടഞ്ഞു കിടക്കുന്ന ഈ ബാത്റൂം. ഇവിടുത്തെ വരുന്ന രോഗികൾക്ക് ഉപയോഗിക്കാനുള്ള ബാത്റൂം അടഞ്ഞു കിടക്കുന്ന ബാത്റൂമാണ്. ഇതൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ശുചിമുറികൾ പ്രവർത്തനക്ഷമമായി സഹകരിക്കുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തരം അവസ്ഥയിലൂടെയാണ് കുടുംബാരോഗ്യ കേന്ദ്രം കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട പഞ്ചായത്ത് അധികാരികളോട് പറയാനുള്ളത്,